ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ കുറേ ദിവസമായ ഒരു ലോങ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്, അപ്പം നമ്മളിത് ചെറിയ ഓണത്തിനടുത്തുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഓണം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അന്ന് അച്ഛനും ചെറിയ ചേച്ചിക്കൊക്കെ പണി ഉണ്ടായിരുന്നു. അപ്പം ഞാനും അമ്മയും വലിയ ചേച്ചിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ കാര്യമായിട്ട് വലിയ വിഭവമൊന്നും വെക്കാമെന്ന് വിചാരിച്ചില്ല. കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാം, അത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ ചേച്ചി പച്ചക്കറിയും സാധനങ്ങളൊക്കെ എനിക്ക് അരിയുള്ളതൊക്കെ സെറ്റാക്കി തരാണ്. അപ്പോൾ അപ്പോഴേക്ക് ഞാൻ ഉപ്പേരിക്കുള്ള ക്യാബേജൊക്കെ അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും മ്യൂസിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യുന്നതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ടി വിയും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് ഇട്ടു. അപ്പം അത് കേട്ടുകൊണ്ട് നമുക്കിങ്ങനെ പണിയൊക്കെ ചെയ്യാമല്ലോ. അപ്പം ഒരു ഉച്ചക്കായപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ അവിയലും ഉപ്പേരിയും പിന്നെ അന്ന് നമ്മുടെ സാമ്പാറൊന്നല്ലായിരുന്നു, സാധാരണ നോർമൽ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ കൂന്തലിൻ്റെ കറി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. കുറേ വിഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ പുളിങ്കറി ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അന്നത്തെ വിഭവം എന്ന് പറയുന്നത്. അന്നെന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കുറേ വിഭവമായിട്ട് ചളാക്കിയിട്ടുമില്ല, എന്നാൽ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. പുളിങ്കറി എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ സാധനമൊക്കെ ഓരോ ഇലയിലാക്കി വിളമ്പിയൊക്കെ വെച്ചു. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ പിന്നെ ചോറുന്നാനിരുന്നു കേട്ടോ. അപ്പം അമ്മ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇരുന്നത്, ഞങ്ങൾ കൂടെ തന്നെ ആയിരുന്നു. അപ്പം ഞാൻ 3 പ്ലേറ്റിലും 3 ഇലയിലൊക്കെ ചോറും കാര്യങ്ങളൊക്കെ വിളമ്പി സെറ്റ് ചെയ്തു. പിന്നെ ഇതിൽ നമ്മൾ മെജോറിറ്റി സാധനങ്ങൾ നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് ലീലമ്മ തന്നു വെച്ചതാണ് കേട്ടോ. പുളിങ്കറിയും അതേപോലെ കൂന്തലിൻ്റെ കറിയും ചിക്കൻ കറിയും ഒക്കെ ലീലമ്മ തന്നു വെച്ചത് ഞങ്ങളിവിടുന്ന് അവിയൽ കൊടുത്തപ്പോൾ കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അന്നത്തെ ഫുഡ് എന്ന് പറയുന്നത്. ഓവർ വിഭവമൊന്നുമില്ല, പക്ഷേ അന്നത്തേക്ക് അത് മതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ ബാക്കി ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ അടുത്തത്. അന്ന് ശരിക്കും ചേച്ചീനെയും അച്ഛനെയും ഞങ്ങൾ മിസ് ചെയ്തു, കാരണം എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ നല്ല രസമല്ല. പക്ഷെ അന്ന് അവർക്ക് ജോലി ഉണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് നേരത്തെ കഴിയുമായിരുന്നു അവർക്ക്. പക്ഷേ ഞങ്ങളതുവരെ നിന്നില്ല, ഞങ്ങൾ ഇന്ന് വേഗം ഫുഡ് കഴിച്ചു. അങ്ങനെ പിന്നെ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ടൗണിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു ഫുഡൊക്കെ പാസ് ചെയ്ത് ഞങ്ങൾ കുറച്ച് നേരം കിടക്കാമെന്നൊക്കെ വിചാരിച്ച് നിന്നതായിരുന്നു. അപ്പോൾ ചേച്ചി പറയുകയാണ് അത് രസമുണ്ട് ഇത് രസമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കായിരുന്നു. അങ്ങനെ പപ്പടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ച്, അപ്പോൾ കൂന്തളും ഇറച്ചിക്കറിയും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി നല്ലൊരു ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ എല്ലാം കഴിച്ച് കഴിഞ്ഞ് നീറ്റൊക്കെ പോയി. പിന്നെ ഇല ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പാത്രം കാര്യങ്ങളൊന്നും കഴുകാനില്ലല്ലോ. അപ്പോൾ കുറച്ച് നേരം അവിടെ പോയി കുത്തിരുന്ന് അപ്പോൾ ഞാൻ കിടക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അപ്പോഴാണ് ചെറിയ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ പണി കഴിഞ്ഞു, അവൾ ലുലു മോളിലുണ്ട്, അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ വേഗം പോയി മാറ്റിയൊക്കെ സെറ്റ് ചെയ്തു. ഞങ്ങൾ എന്തായാലും വിചാരിച്ചു ലുലു മോളിൽ ഇപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ മൂന്നാൾ വേഗം പോയി. അമ്മ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ലുലു മോൾ അമ്മ കാണാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. നമ്മൾ ബസ്സിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നുണ്ടായിരുന്നത്. പിന്നെ ചേച്ചിയുടെ അടുത്തൊരു സീറ്റ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് മാറി. പിന്നെ അവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഞാൻ നടന്നു കേട്ടോ. കുറേ അങ്ങോട്ട് നടക്കാനുണ്ടല്ലോ. അപ്പോൾ ചേച്ചി അവിടെ അങ്ങനെ ഞങ്ങൾ കാത്തിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഒരു 1.5 മണിക്കൂറായി ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ബസ് ഇട്ട് നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ നല്ല ഈ ഓണത്തിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ സാധനങ്ങൾക്ക് ഓഫർ ഉണ്ടെന്നാണ് കാരണം ഞങ്ങളെടുത്ത സാധനങ്ങൾക്കൊക്കെ പകുതി വിലയായിരുന്നു. ജഗ്ഗിന് ഞങ്ങളൊരു ഗ്ലാസിൻ്റെ ഒരു ജഗ്ഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ശരിക്കും 200 പക്ഷേ ഇത് കണ്ട 200 നല്ല റേറ്റുള്ള സാധനമാണ് ട്രെയിന്. അങ്ങനെ അതും കാര്യങ്ങളൊക്കെ കുറേ ഇങ്ങനെ നോക്കി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി കുറേ സാധനങ്ങൾ നമ്മൾ ഫുൾ മാർക്കറ്റ് കയറിയിട്ടൊക്കെ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെ ഇങ്ങനെ കുറേ നോക്കി എനിക്കിഷ്ടമായി. ഇങ്ങനത്തെ ഈ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ തന്നെ ഞങ്ങൾ സാധനം മേടിക്കാൻ തുടങ്ങിയപ്പോഴാണ് പെട്രോൾ എടുത്തില്ല എന്നുള്ളായിരുന്നു. എന്നാലും പിന്നെ ഞങ്ങൾ പോയ ബാസ്ക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ അമ്മയ്ക്ക് എസ്കലേറ്ററിൽ കയറാൻ പേടിയായതുകൊണ്ട് ഞങ്ങൾ ലിഫ്റ്റിലായിരുന്നു. പക്ഷേ ലിഫ്റ്റിൽ അതിനേക്കാളും തലകറങ്ങുന്ന പോലെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ പിന്നെ റിട്ടേൺ വരുന്ന സമയത്ത് അമ്മ എസ്കലേറ്ററിൽ ഞാൻ കുറച്ച് വീട്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അവിടുന്ന് ബ്രോസ്റ്റഡും പിന്നെ അതുപോലെ ഈ ഒരു ഐസ്ക്രീം എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഐസ്ക്രീമാണോ കേക്കാണോ നല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓവർ മധുരമില്ല, മറ്റൊന്നും. ഈ ദോശ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് വെള്ളം പോലത്തെ സാമ്പാറാണെങ്കിൽ പോലും നല്ല രസമുണ്ടായിരുന്നു. ദോശയായിട്ട് നല്ല സിങ്ക് ചെയ്ത് പോകണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു ഡ്രസ്സിങ് ഏരിയയിലേക്കാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം
അവിടെയാണ് ഞങ്ങൾക്കുള്ള ഡ്രസ്സൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾക്കുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടിക്കുള്ള ഒരു ഡ്രസ്സൊക്കെ ഞങ്ങൾ നോക്കി കുറേ ഇങ്ങനെ നോക്കി നല്ല രസമുണ്ടായിരുന്നു. കുട്ടികളുടെ ഡ്രസ്സൊക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലോ. അപ്പം അങ്ങനെ കുറേ അതൊക്കെ നോക്കി അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒരു ഉടുപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, ഒരു കുഞ്ഞുടുപ്പ്. പിന്നെ ഈ ഒരു പാലും അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ കുറുക്കൊക്കെ കൊടുക്കുന്ന അങ്ങനത്തെ ഒരു ബോട്ടിൽ ഞങ്ങൾ കുറേ നോക്കി, പക്ഷെ അതവിടെ കണ്ടില്ല. പിന്നെ ഈ ഒരു ഡ്രസ്സ് ഞങ്ങൾ ആദ്യം എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ വേറെയും കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു, വേറെ ഉണ്ടോയെന്നൊക്കെ നോക്കി, പക്ഷെ വേറെ ഒന്നും കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഇറങ്ങിയപ്പോഴാണ് ഓർമ്മ, ഞങ്ങൾ ഈ ഡ്രസ്സിൻ്റെ ഷോപ്പ് കയറിയപ്പോൾ അവിടെ ഞങ്ങൾ കവറും കാര്യങ്ങളും ജിക്കൊക്കെ ഇട്ട കവറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാൻ മറന്നു. പിന്നെ ഞങ്ങളതൊക്കെ പോയി എടുത്തു വന്നു. അങ്ങനെ ഇത് നമ്മുടെ ഫറൂഖ് പാലാണ്. അപ്പോൾ നല്ല രസമായിട്ട് കാണാൻ. പിന്നെ നമുക്ക് ബസ്സില്ലായിരുന്നു, നമ്മൾ ഓട്ടോയ്ക്കായിരുന്നു. പ്രയാസ് വരെ ബസ്സിന് വന്നു, പിന്നെ അവിടെ നമ്മൾ ഓട്ടോയ്ക്കായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ വീട്ടിലെത്തിയും പാടില്ല ചെന്ന് പറഞ്ഞു. അപ്പോൾ അത്